15 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ മേഖലയിലെ സമാധാനത്തിനായുള്ള സുപ്രധാന നാഴികക്കല്ലാണ്. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ആഗോള നേതാക്കൾ ഈ സംഭവവികാസത്തെ സ്വാഗതം ചെയ്തു. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ഇസ്രയേലും പലസ്തീനും തമ്മിൽ വർഷങ്ങളായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. 2023 മുതൽ രാജ്യത്ത് ആക്രമണങ്ങൾ തുടർക്കഥയാണ്. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രയേലിന്റെ ക്രൂരമായ നടപടികൾക്കെതിരെ മറുപടിയായി ഹമാസ് ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഹമാസ് ഇസ്രയേലിലേക്ക് പ്രവേശിച്ചതായും സ്വന്തം പൗരന്മാരെയും വിദേശികളെയും കൊന്നതായും നിരവധി പേരെ ബന്ദികളാക്കിയതായും ഇസ്രയേൽ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ച് ഗാസ മുനമ്പിൽ ആക്രമണം നടത്തുകയാണ്. യുദ്ധം തുടങ്ങി 15 മാസമായിട്ടും നിരപരാധികളായ പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോപിക്കുന്നത് തുടരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധം മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികളെ ഇസ്രയേൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആക്രമണത്തിൽ UN ജീവനക്കാർ ഉൾപ്പെടെ 50 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ടെങ്കിലും ഹമാസ് അവിടെ ഉണ്ടായിരുന്നതിനാലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ വിശദീകരിച്ചു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും ഇസ്രയേൽ യുദ്ധം ചെയ്തു. ആ അർത്ഥത്തിൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും യമനിൽ ഹൂതികൾക്കെതിരെയും ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇതുവരെ 1700 കുട്ടികൾ ഉൾപ്പെടെ 42,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. അതേസമയം ഗാസ മുനമ്പിൽ മനുഷ്യരാശിക്കെതിരായ യുദ്ധക്കുറ്റങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഹമാസ് നേതാവ് എന്നിവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന് ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. കേസ് പരിഗണിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചുവെന്നത് ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ 15 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലും ഹമാസും ധാരണയിലെത്തിയെന്നാണ് വിവരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇസ്രയേലി ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെ മുൻനിർത്തി ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ കരാറും സംബന്ധിച്ച് ഇസ്രയേൽ അവതരിപ്പിച്ച കരട് കരാറിന് ഹമാസ് അംഗീകാരം നൽകുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 15 മാസത്തിലേറെയായി ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് ശ്രമിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഖത്തറിൽ വെച്ച് നടന്ന ചർച്ച പ്രകാരം വെടിനിർത്തൽ കരാറും ബന്ദികളെ തിരിച്ചയക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഹമാസ് വാക്കാൽ അംഗീകരിച്ചിരുന്നുവെന്നും പിന്നീട് രേഖാമൂലം ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നുവെന്നും പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ വെടിനിർത്തൽ വ്യവസ്ഥകളും ബന്ദികളെ തിരിച്ചയക്കലും സംബന്ധിച്ച് ഖത്തറിൽ ചർച്ചകൾ നടന്നതായും രേഖാമൂലമുള്ള കരാർ നൽകുന്നതിന് മുമ്പ് വാക്കാലുള്ള ഒരു കരാറിലെത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.